താൽക്കാലിക VC നിയമനത്തിൽ വീണ്ടും സർക്കാർ ഗവർണർ പോര്. സർക്കാർ പാനൽ മറികടന്നുള്ള നിയമനം സുപ്രീംകോടതി ഉത്തരവിന്റെ ലംഘനം എന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് വീണ്ടും മുഖ്യമന്ത്രി കത്തയച്ചു. അതേസമയം താത്കാലിക VC നിയമനത്തിൽ ഗവർണറുമായി സമവായ ചർച്ചയ്ക്കില്ല എന്നാണ് സർക്കാർ നിലപാട്. താത്കാലിക VCമാരെ തുടരാൻ അനുവദിച്ച് ഗവർണർ ഇന്ന് വിജ്ഞാപനം ഇറക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് AGയുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഒരു കത്ത് ഗവർണർക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സ്വന്തം രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നിർഭാഗ്യകരമാണ്. സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ചാൻസലറും ഗവൺമെന്റും തമ്മിൽ ചർച്ചകൾ നടത്തി പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. സുപ്രീം കോടതി വിധി രാജ്യത്തിന്റെ നിയമമാണ്. 141 നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ വിധിയെ ചാൻസലർ വെല്ലുവിളിച്ചിരിക്കുന്നു. സുപ്രീം കോടതി പറഞ്ഞു പുതിയ ആളെ നിയമിക്കാം ചാൻസലർക്ക്, പക്ഷേ ഇൻ അക്കോർഡൻസ് വിത്ത് ദിസ് ആക്ട്. അപ്പൊ അതിനനുസരിച്ച് നിയമിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ എന്തായാലും സുപ്രീം കോടതി വിധി അനുസരിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളത് രേഖാമൂലം മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്, ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാട് സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമാണ്. ഇനി ഏതെങ്കിലും തെറ്റായ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബഹുമാനായ ചാൻസലർ ആ വിധി സ്വസ്ഥമായി വായിച്ചു നോക്കിയിട്ട് അതിന്റെ അന്തസത്തെ ഉൾക്കൊണ്ട് തയ്യാറാകണം. ആർ ശ്രീജിത്തൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ വിശദാംശങ്ങളുമായി. ആദ്യം ഞാൻ പോകുന്ന ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ഇപ്പോൾ സർക്കാരിന് ഇതിലൊരു ഇടപെടൽ അല്ലെങ്കിൽ കത്ത് നൽകേണ്ടി വന്നത് ഈ വിജ്ഞാപനം പുറത്തു വന്നതിന് ശേഷമാണല്ലോ. വിജ്ഞാപനത്തിൽ ഇപ്പോൾ ഉള്ള അതേ VCമാർ തന്നെ തുടരട്ടെ എന്ന രീതിയിൽ അദ്ദേഹം പുറത്തിറക്കി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സുപ്രീം കോടതി പറഞ്ഞതിന് ഘടകവിരുദ്ധവുമാണ്. എന്താണ് വിജ്ഞാപനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്? നിലവിലെ VCമാർ തുടരുന്നു എന്ന തരത്തിൽ. നിലവിൽ നേരത്തെ VCമാരായിരുന്ന, അതായത് ഡിജിറ്റൽ സർവകലാശാല VC ആയിരുന്ന ഡോക്ടർ സിസ തോമസിന് വീണ്ടും 6 മാസത്തേക്ക് അല്ലെങ്കിൽ പുതിയ സ്ഥിരം VC വരുന്നത് വരേക്കും നീട്ടി നൽകിക്കൊണ്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഒപ്പം സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ ശിവപ്രസാദിനെ സമാനമായി 6 മാസത്തേക്ക് അല്ലെങ്കിൽ പുതിയ VC വരുന്നത് വരേക്ക് എന്ന നിലയിലാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇത് നേരത്തെ ഉള്ള സുപ്രീം കോടതി, ഹൈക്കോടതി വിധികൾക്ക് ലംഘനമാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. ഈ സർക്കാർ ആ സാഹചര്യത്തിലാണ് രാവിലെ തന്നെ സർക്കാർ രാജ്ഭവന് ഒരു കത്തയച്ചത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് രാജ്ഭവൻ കടന്നത്. ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം. ഒരു അനുനയത്തിലേക്ക്, അതായത് രാവിലെ കൊടുത്ത ഒരു കത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ചർച്ചയ്ക്ക് വിളിച്ചാലും ചർച്ചയ്ക്ക് പങ്കെടുക്കണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ തീരുമാനം എടുത്തിട്ടില്ല. കോടതിയിൽ പോയാലോ എന്നുള്ള ആലോചനയാണ് സർക്കാരിനുള്ളത്. കാരണം കോടതിയിൽ ഇപ്പോഴും കേസ് തീർപ്പാക്കിയിട്ടില്ല. കേസുമായി ബന്ധപ്പെട്ട് സർക്കാരിന്, അതായത് കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ ലംഘനമായിട്ടാണ് ഗവർണറുടെ ഇടപെടൽ എന്ന് കാണിച്ച് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനയുണ്ട്. എന്തായാലും ഈ 2 VCമാരും, അതായത് സിസ തോമസും ശിവപ്രസാദും 2 സർവകലാശാലയിലും എത്തി ചുമതല ഏറ്റെടുത്ത് ദൈനംദിന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ.